ഐഫോണിലുള്ള വാലറ്റ് ആപ്പിലേക്ക് എങ്ങനെ നമുക്കൊരു ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡോ ആഡ് ചെയ്തിട്ട് ആപ്പിൾ പേ യൂസ് ചെയ്ത് എങ്ങനെ പേയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആപ്പിൾ പേ എങ്ങനെ നമുക്ക് ഐഫോണിൽ ആക്റ്റീവ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ഐഫോണിലുള്ള പവർ ബട്ടൺ 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ പേ ഇവിടെ ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഇവിടെ കണ്ടിട്ട് എൻ്റെ ഫേസ് ഐ ഡി ഇവിടെ സ്കാൻ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫേസ് ഐ ഡി സ്കാൻ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്കോഡ് എൻ്റർ ചെയ്തതിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഫേസ് ഐ ഡി സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് സ്കാൻ ആയിട്ടില്ല, നിങ്ങൾക്ക് ഫോണിലേക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ഓപ്ഷൻ വന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഐ ഡി അവിടെ സ്കാൻ ആവുന്നതായിരിക്കും. പിന്നെ ഇവിടെ കാണാൻ പറ്റും ഹോൾഡ് നിയർ റീഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആ പേയ്മെൻറ്റ് മെഷീനിലേക്ക് നമ്മുടെ ഫോണൊന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ഇവിടെ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആപ്പിൾ പേ യൂസ് ചെയ്ത് പേയ്മെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ വാലറ്റ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വാലറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ കണ്ടും ബോർഡിംഗ് പാസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടും ഫൈൻഡ് ആപ്പ് ഫോർ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലേക്ക് പോയിട്ട് നിങ്ങളുടെ വാലറ്റ് ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആപ്സ് നിങ്ങളുടെ കാണുന്നതായിരിക്കും. ഇതിനകത്തൊക്കെ നമുക്ക് ആദ്യം ട്രാവലിനായിട്ടുള്ള ആപ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് കയ്യിൽ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വാലറ്റ് ആപ്പിൽ തന്നെ നിങ്ങളുടെ ബോർഡിംഗ് പാസ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ആപ്പിൾ പേയുടെ കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് വന്നാൽ നമ്മളുടെ കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു കാർഡ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യു എയിലാണുള്ളത്. ഇപ്പം യു എയിലുള്ള ഒരു ബാങ്കിൻ്റെ കാർഡാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഡെബിറ്റ് കാർഡാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള കുറേ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ കാണാൻ നമുക്ക് ആപ്പിളിലാണ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. 49 റംസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1-2 ആപ്സ് വാങ്ങിച്ചതിൻ്റെ പേയ്മെൻറ്റ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ വാലറ്റ് ആപ്പിൽ തന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ്സ് നമുക്കിവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ ഈ വാലറ്റ് ആപ്പിലേക്ക് നമുക്ക് കാർഡൊന്ന് ആഡ് ചെയ്യാം. ഇവിടെ മുകളിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സെക്ഷൻ ഇവിടെ വരുന്നതായിരിക്കും. ആഡ് ടു വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വാലറ്റ് ആപ്പിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് അവിടെ ചോദിക്കുന്നത്. കറൻലി സപ്പോർട്ട് ചെയ്യുന്ന ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. പിന്നെ തൊട്ടതായിട്ട് ട്രാൻസിറ്റ് കാർഡും നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രാൻസിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻലി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളേ ഇവിടെ ഉള്ളൂ. ഇവിടെ കാണാൻ പറ്റും ചൈനയുണ്ട്, താഴേക്കൊന്ന് ഹോങ്കോങ് ഉണ്ട്, ജപ്പാനുണ്ട്, പിന്നെ US ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലുള്ള ട്രാൻസിറ്റ് കാർഡുകൾ നമുക്ക് ഇപ്പം ഈ ഒരു വാലറ്റ് ആപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം കറൻലി നമുക്കൊരു ആപ്പിൾ പേ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് മാത്രമേ നമുക്കിനകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കാർഡ് ആഡ് ചെയ്യാനുള്ള സെക്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇവിടെ അങ്ങോട്ടും ആപ്പിൾ പേ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉള്ളൊരു സെക്ഷൻ ഇവിടെ വരുന്നതായിരിക്കും. കാർഡ് ആഡ് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടും ആഡ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഇവിടെ വെച്ചിട്ട് കാർഡ് ക്യാമറ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് മാനുവലി എന്നുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് മാനുവലി എന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും കൊടുക്കുക, നിങ്ങളുടെ കാർഡിലുള്ള പേര് കൊടുക്കുക, എന്നിട്ട് കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് എൻ്റെ കാർഡ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന കാർഡ് ഇതാണ്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫോണിലേക്ക് എൻ്റർ ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മുകളിലായിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്നതാണ് നിങ്ങളുടെ കാർഡിനായിട്ട് ഇവിടെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. തൊട്ടടുത്തായിട്ട് ഇവിടെ കണ്ടും കാർഡ് ഡീറ്റെയിൽസ് എന്ന് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കാർഡ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ് വേറൊരു സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട് നമ്മുടെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. തൊട്ടടുത്തായിട്ട് നമ്മുടെ കാർഡിൻ്റെ ബാക്ക് സൈഡിലുള്ള CVV, അതായത് ഒരു 3 അക്ക നമ്പർ കാണും. ആ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്നതോടെ ഇവിടെ കണ്ടും കോൺടാക്ട് ചെയ്യുന്ന കാർഡ് ഇഷ്യൂർ എന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ ബാങ്കുമായിട്ട് ഇവിടെ ഒരു കണക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കണ്ടും സെറ്റിംഗ് ഓഫ് കാർഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടും ദിസ് കാർഡ് ഈസ് ഓൾറെഡി ഇൻ വാലറ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കാർഡ് ഓൾറെഡി ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കാർഡ് ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ബാക്ക് പോയിട്ട് ഒരു കാർഡ് എങ്ങനെ റിമൂവ് ആക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് ആൻഡ് ആപ്പിൾ പേ എന്ന് പറഞ്ഞ സെക്ഷൻ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാർഡിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ട് നിങ്ങൾ എത്ര കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ട് ഞാൻ ഒരു കാർഡ് മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ, ആ കാർഡാണ് ഇവിടെ കാണിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ബാങ്കിൻ്റെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നതായിരിക്കും. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഫോ സെക്ഷനിൽ വന്നിട്ട് നേരെ താഴേക്ക് വന്നതിന് ഇവിടെ കണ്ടും റിമൂവ് കാർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൂവ് ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് വാലറ്റ് ആപ്പിൽ പോകാൻ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആഡ് കാർഡ് കൊടുക്കാവുന്നതാണ്. ആഡ് കാർഡ് കൊടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ട് നമ്മുടെ വാലറ്റ് ആപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് തൊട്ടതായിട്ട് നമുക്ക് ഇവിടെ കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് കാർഡ് ആഡ് ചെയ്യാൻ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ കണ്ടും എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് മാനുവലി എന്നുണ്ട്, അത് കൊടുക്കുക.
അപ്പോൾ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും കൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ കാർഡിലുള്ള പേര് കൊടുക്കുക, എന്നിട്ട് കാർഡ് നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നതായിരിക്കും. ഇവിടെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ചോദിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ തൊട്ട് കാർഡിൻ്റെ ബാക്ക് സൈഡിലുള്ള സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നത്, അതായത് ഒരു 3 അക്ക നമ്പർ നിങ്ങളുടെ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുന്നത്, അത് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് എഗ്രി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് നമ്മുടെ ഈ ഒരു വാലറ്റ് ആപ്പ് കണക്റ്റ് ആയിട്ട് ഈ ഒരു കാർഡ് നമ്മുടെ വാലറ്റ് ആപ്പിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു കാർഡ് വെരിഫിക്കേഷൻ ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് ഒരു കോളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കണം. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇവിടെ കണ്ടിട്ടും വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് ഈ വന്നിരിക്കുന്ന മെസ്സേജിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം വന്ന എൻ്റെ OTP ഞാൻ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ വാലറ്റ് ആപ്പിലേക്ക് ആഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ വാലറ്റ് ആപ്പിലേക്ക് നിങ്ങളുടെ കാർഡ് ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിൾ പേ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കണ്ടിട്ട് നമ്മുടെ കാർഡ് ആക്റ്റീവ് ആണെന്ന് പറഞ്ഞ് ADCB നമ്മുടെ ബാങ്കിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ കാർഡ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ആപ്പിൾ വാച്ചിലേക്ക് നമുക്ക് ഈ ഒരു കാർഡ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടും ആഡ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിൾ വാച്ചിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്പിൾ പേ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ട് ആപ്പിൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വാച്ചിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആപ്പിൾ വാച്ചിലേക്ക് ഇവിടെ കാർഡ് ആഡ് ആവുന്നുണ്ട്. കാർഡ് ആഡ് ആയി കഴിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ വാച്ചിൽ നമുക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആപ്പിൾ വാച്ചിലേക്ക് നമ്മുടെ കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു നമ്മുടെ കാർഡിൻ്റെ പുറകിലുള്ള ഒരു CVV ഒന്നും കൂടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിൽ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു CVV എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിൽ ഈ ഒരു കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു CVV ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുന്നതായിരിക്കും. ജസ്റ്റ് എഗ്രി കൊടുക്കുക. ഇപ്പോൾ കാർഡ് വെരിഫിക്കേഷൻ പിന്നെയും ചോദിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ ടെക്സ്റ്റ് മെസ്സേജിന് വേണ്ടി വെരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തവണയും കൂടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു തവണയും കൂടെ നമുക്കിവിടെ ഒരു OTP വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതിനകത്ത് വഴിക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ കാർഡ് പിന്നെ ഇവിടെ നമ്മുടെ ആപ്പിൾ വാച്ചിലേക്ക് ഇവിടെ രജിസ്റ്റർ ആവുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് നമുക്ക് വാലറ്റ് ആപ്പിലേക്ക് കാർഡ് ആഡ് ആയിട്ടുണ്ടെന്ന് നമുക്കിവിടെ ആപ്പിൾ വാച്ചിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ആപ്പിൾ വാച്ചിലേക്ക് നമ്മുടെ കാർഡ് ആഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടും കാർഡ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് വാലറ്റ് ആപ്പിൽ ആഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ വാലറ്റ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ താഴെ എൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ആപ്പിൾ വാച്ചിൽ നമുക്ക് പേയ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു സൈഡിലുള്ള ബട്ടൺ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഈ ഒരു വാച്ച് നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് മെഷീൻ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ NFC യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആപ്പിൾ പേ യൂസ് ചെയ്ത് പേയ്മെൻറ്റ്സ് നമ്മുടെ ഐഫോണിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും സി യു.